എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് പുതുശ്ശേരി അയ്യമ്പറമ്പ് പൂരം കണ്ടിട്ടൊന്ന് വന്നാലോ? അപ്പോൾ നമ്മളിതേ ഉടനീളം ആനകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം കേട്ടോ. രാമനാനൊക്കെ ഇവിടുന്ന അപ്പോൾ ഇവിടെ പിള്ളേർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ രാമനാനൊക്കെ അങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അത്യാവശ്യം കുറച്ച് നേരം വൈകിട്ടാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയ വലിയ ആനകളൊക്കെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ ഒരു പൂരം കൂടിയാണ് കേട്ടോ ഈ അയ്യൻകുളങ്ങര പൂരം എന്ന് പറയുന്നത്. കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ട് ഇത് ആദ്യത്തെ അനുഭവമാണ്. അതായത് ഞാൻ വിചാരിച്ചത് ഇത്തിരി ചെറിയൊരു പൂരമാണ്, അധികം ആനകളൊന്നും ഇല്ലാത്ത പങ്കെടുക്കാത്ത പൂരമാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ അവിടെ പോയപ്പോഴത്തേക്കാണ് അത്യാവശ്യം നല്ല ആനകളും നല്ല വലിയ പൂരം, അതിഗംഭീരമായിട്ടാണ് അവിടുത്തെ എല്ലാ കമ്മിറ്റിക്കാരും ഓരോ പരിപാടികളും ഓരോ ആനകളെയും എഴുന്നള്ളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ നമ്മൾ ഈ വർഷം ഈ സീസണിൽ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ അമ്പാടി മഹാദേവനെ കാണുന്നത്. ഏറെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് ഈ സീസണിലൊന്ന് കാണാൻ. അപ്പോൾ ഫ്രീ ആയിട്ട് ഇത്തിരി നേരം അവനെയും കൊണ്ട് കുറച്ച് ദൂരം നടക്കാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. പിന്നെ അതുപോലെ ഇപ്രാവശ്യം സീസൺ തുടങ്ങിയിട്ട് 10ാമത്തെ പ്രോഗ്രാമാണ് കേട്ടോ ഇപ്പം നമ്മുടെ അമ്പാടി മഹാദേവന്. അങ്ങനെ പൂരപ്പറമ്പിലോട്ട് പൂരനായകനില്ലാതെ എന്ത് പൂരം അല്ലേ. അപ്പോൾ തിരുവമ്പാടി ചന്ദ്രശേഖരൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ഗജവീരന്മാരാണ് നിരത്താനായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിലോട്ട് ഇതേ തിരുവമ്പാടി ചന്ദ്രശേഖരനും കൂടെ എഴുന്നള്ളിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ രാമരാജാവ് അടക്കം ഒരുവിധം ഗജവീരന്മാരെല്ലാം അണിനിരന്നിട്ടുണ്ട്. ഇനി 2-3 ആനകൾ വരാനുണ്ട്. അതായത് നമ്മുടെ പുതുപ്പള്ളി കേശവനും അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വം ആനയായിട്ടുള്ള ചെറക്കൽ കാളിദാസനുമാണ് കേട്ടോ വരാനുള്ളത്. ആ 2 ആനകളും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടെഴുന്നള്ളിപ്പിന്റെ സമയമാണ്. അപ്പൊ കുഞ്ഞു കുഞ്ഞു മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത് ഇവനാണ് കേട്ടോ, അതെ അവൻ, അതായത് എൻ്റെ ഫ്രണ്ടാണ്, സനലി എന്നാണ് പേര്. ഈ ഒരു വ്യക്തിയുടെ കമ്മിറ്റിയാണ് കേട്ടോ നമ്മുടെ രാമരാജാവിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പുനർജനി എന്നുള്ള കമ്മിറ്റിക്ക് നമ്മുടെ നായകനായിട്ട് വന്നിട്ടുള്ളത് ഇപ്രാവശ്യം നമ്മുടെ രാമരാജാവാണ്. തത്സമയം ഇതേ പുതുപ്പള്ളി കേശവനാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ, 2 പേരും ഭയങ്കര നല്ല മത്സരത്തിലാണ്. അതുപോലെ തന്നെ ആർപ്പുവിളിയും ആഘോഷങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ബാക്കിയൊക്കെ നമുക്ക് കണ്ടു. അങ്ങനെ അവരുടെ ആർപ്പുവിളിയും കാര്യങ്ങളൊക്കെ കണ്ടാസ്വദിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മണിമാമനെയും കൂടി കണ്ടിട്ട് ഒരുപാട് നാളായിട്ട് കാണാൻ ആഗ്രഹിച്ച ആനക്കാരെയും അതുപോലെ തന്നെ ആനകളെയൊക്കെ കണ്ട് ഇത് കൂട്ടെഴുന്നള്ളിപ്പിൻ്റെ സമയമായപ്പോൾ എല്ലാവർക്കും